അതെ അതെ എനിക്കിനി കൺട്രോളില്ല. ആദ്യം അവൻ്റെ അടുത്ത് കാര്യം മനസ്സിലാക്കും, എന്നിട്ട് കൊടുക്കുവാണ് ബീജമൊക്കെ. ട്രിക്സ് ഏതാണോ ഇതിൽ? ട്രിക്സ് ഏതാ? ആ ഒന്ന് പറഞ്ഞേ. നമ്മൾ അമ്മി ഇത്ര നേരം സംസാരിച്ചപ്പോഴത്തേക്ക് പഴയ കേസ് എന്തായാലും ഞാൻ എടുത്തിട്ടോ ഇല്ലല്ലോ. പിന്നെ ഇനി മേലാൽ അല്ലല്ല ഇനി മേലാൽ എന്റെ പേഴ്സണൽ കേസ് ലോറ പോയി, അത് ശരിയാണ്, ലോറ പോയി. എന്റെ പേഴ്സണൽ കേസ് ഇനി എടുത്തിട്ട് ഞാൻ അതെ ഇപ്പൊ തല്ലിയ പോലെ ഇനി നിന്നെ തല്ലും, മനസ്സിലായി? ഇപ്പൊ തല്ലിയ പോലെ ഇനി നിന്നെ തല്ലും, മനസ്സിലായോ? ഇനി നീ എന്തെങ്കിലും പറഞ്ഞ നിന്നെ മാത്രമല്ല, നിന്റെ ടീപ്പയിലെ നിന്റെ ലീഡറിനെ തല്ലും, കോലറിനെ തല്ലും, നിന്റെ കൂടെ നിൽക്കുന്ന എല്ലാ കണ്ടികളും തല്ലും, മനസ്സിലായോ? ഇനി മേല നീ അവിടെ നിന്ന് പറഞ്ഞെന്താന്ന് മനസ്സിലായി? എടാ എന്ത് തീരുന്നേ? എടാ എനിക്ക് ഫ്രസ്ട്രേഷൻ അല്ല, മനസ്സിലായോ? എന്റെ പേഴ്സണൽ ലൈഫ് നീ ഡ്രാഗ് ചെയ്ത് ഞാൻ എന്റെ പേഴ്സണൽ ലൈഫ് മനസ്സിലായടാ. എടാ അങ്ങനെയാണോ നിന്നെ എപ്പോഴും അടിച്ച് കൊല്ലേണ്ട സമയം കളഞ്ഞാടാ. അയ്യോ പോടാ കണ്ടി കഷ്ടം തന്നെടാ ഇവൻ. എടാ ഇവനെ കൈവച്ച വീണ്ടും അവൻ അത് തന്നെയല്ലോടോ പറയുന്നേ. എന്ത് ആ ഒരു സാധനം മാത്രം ഇവൻ അത് തന്നെടാ. ഇവൻ ഇങ്ങനെയാടാ, പറയാനില്ല ഇവനെ. ഇനിയിപ്പൊ കൊന്നു കത്തിച്ച് ഓർമ്മളയാ, വേറെന്തിനും ചെയ്യാൻ പറ്റും. വണ്ടിയാണെന്താ കുടുങ്ങുന്നേ? ബാക്കിലാരും ഉണ്ട്. അവ കോളൊക്കെ കൊടുത്തളിയാ, 3 പേടി വെള്ളോട്ട് വെച്ചപ്പോ ടൈം. എല്ലാം കാണുന്നുണ്ട്. ഇവൻ എന്ത് വന്നല്ലോടാ, ഇവൻ അറിയാടാ. ഇവൻ ഈ ലോറയുടെ കേസ് മാത്രമാണ് എടുത്തത്, മനസ്സിലായോ? ഇവൻ ഈ ലോറയുടെ കേസ് മാത്രമാണ് നമ്മക്കെന്ത് ചെയ്യണത്? നിന്റെ എക്സ് കണ്ട വേട്ടാളിമാരെ പോയി നമ്മക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അവളിപ്പോ ഈസിയിലേതോരത്തിനായിട്ടാ സെറ്റ് ആയത്. അതല്ലേ നമ്മളല്ലേ അതൊക്കെ എന്റെ കേള് ഫ്രണ്ട്സ് അല്ല കാത്തു എന്നെ റിലേഷൻ കഴിഞ്ഞപ്പോ ഇതുവരെയായിട്ട് ഒരാളെ നോക്കിയിട്ടില്ല. അതൊക്കെ എന്റെ സ്പോട്ടി മരിച്ചു പോയില്ലേ? അതൊക്കെ എന്റെ ഗേൾഫ്രണ്ട്. ഞാൻ നോക്കിയ പെമ്പിള്ളാരൊന്നും സിറ്റിയില്ലടാ. അത്ര ഓർമ്മയുണ്ടോടാ? ആശയ്ക്ക് വന്നേടാ. ഞാനാണെങ്കിലേ അടിച്ചു കൊന്ന് ഓർമ്മടഞ്ഞിട്ടേടാ. നീയാണ് എന്ത് ചെയ്യുന്നു? എന്തായാലും കൊന്ന് കത്തിച്ച് നമ്മുടെ കാര്യത്തിൽ നമ്മൾ കൈവച്ചിട്ടേ പിന്നെ വന്നിട്ടുള്ളൂ. വേണ്ട പെണ്ണേസാണ്ടാ തൊടാത്ത നാറും. കണ്ണാപ്പയുടെ ബസ് കാര്യമല്ലേ എടുത്തിട്ടത്? വിരിച്ചായിട്ട് കാര്യമില്ലടാ. ചൂട് കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് അവനെ പിടിച്ചോടി. ആശേ വാടാ. എന്നാലും കണ്ണാ വാടാ. കൈ വെക്ക്. ആശേ എനിക്ക് വേണ്ടി നീ അവനെ പോയി കൊണക്കടാ. പിന്നെ നിന്നെ പറഞ്ഞതിന് ഞാൻ അപ്പൊ എല്ലാ പരിപാടിക്കും എന്നെ വിളിച്ചാൽ മതിയാ. നീ എല്ലാം ഞാൻ ചെയ്യാൻ വരാം. ഞാനാണെങ്കിലേ നിന്റെ പേഴ്സണൽ ലൈഫാണ് എടുത്തിട്ടത്. എന്നെ പല രീതിയിലും ഇങ്ങനെയൊക്കെ എന്നെ ഊഞ്ചിക്കാം. അതെല്ലാം നമ്മളെല്ലാരും അങ്ങനെ ചെയ്യത്തുള്ളൂ. നമ്മുടെ ആരെങ്കിലും ഡാർക്കോ ഡാർക്കാണോ? എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാമല്ലോ അളിയാ. എന്തായാലും അവന്മാർ സിറ്റി വന്ന ഗ്യാങ് സിറ്റുവേഷൻ ആയിട്ട് എടുക്കാന്ന് പറഞ്ഞില്ലേ? എന്നാ ഇപ്പൊ തല്ലിയും കൂടാം. ഇത് കഴിഞ്ഞിട്ട് സിറ്റി വന്നിട്ട് ഒരു തല്ലിലൂടെ തല്ലാം. എങ്ങനെയുണ്ട്? അതെങ്ങനുണ്ട്? അത് കുത്താനല്ല പറഞ്ഞേ. പറടാ
വേണ്ടല്ലേ? ഇപ്പൊ ടൈമിങ് തെറ്റിട. നീ ഡാർക്ക് ആണോടാ? ഹലോ ഡാർക്ക് എന്താ ഡാർക്ക്? അവനെ തിരക്കുന്ന അവനെ വിളിച്ചു. പിന്നെ കൊന്നു കത്തിക്കത്തില്ലേ? അയ്യോ വന്നറാ ഡാർക്ക് ഏതാടാ? ഇതിലേതാ ഡാർക്ക്? അവനേതാ? ആ നീയാണോ? ഇങ്ങോട്ടോ. ആ ആ ബ്രോ എന്തോ എന്തൊരു മന്ദാരത്തിനടുത്ത് പറഞ്ഞായിരുന്നു. അല്ല ബ്രോ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഞാൻ പറഞ്ഞ ഒരാളുടെ പേഴ്സണൽ കാര്യമൊക്കെ എടുത്തിരുന്നത് നല്ല കാര്യമാണോ ബ്രോ? അല്ല പറ ബ്രോ പറ. അല്ല ബ്രോ എന്റെ പെണ്ണിനെ തേച്ചിട്ട് പോയി, അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം. അത് ഇവരെന്താണ് പ്രശ്നം അതിന്? അതും നമ്മളിപ്പോ ഇവനായിട്ട് സിറ്റുവേഷൻ ആയതുപോലും ഈ കേസിന് പോലും അല്ല. നമ്മൾ അതിനെ പറ്റി ഒന്നും സംസാരിക്കാനോ ഇതാക്കാനോ പോയിട്ടുമില്ല. പിന്നെ ഇതെന്താണ് ഇവനെന്താണ് പ്രശ്നം? പഴയ കാര്യം പറയണ്ടേ? ഡാർക്കേ ഞാൻ മാന്യമായിട്ട് പറയാണ്, അവനെ വിളിച്ചോണ്ട് പോകും. ഇല്ല നിന്നെ തല്ലും അവനെയും തല്ലും. നിനക്കായിരിക്കും ആദ്യം തല്ലുള്ളൂ. നിനക്കായിരിക്കും ആദ്യം തരുന്നത്, മനസ്സിലായോ? നിനക്കായിരിക്കും ആദ്യം തരുന്ന ഡാർക്കേ. അതുകൊണ്ട് മാന്യമായിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറഞ്ഞു. ഇനി അവൻ പേഴ്സണൽ ലൈഫ് വല്ല എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡാർക്കേ ആദ്യം നീയാ തീരുന്നേ, അവനല്ല. മോനെ കുട്ട അവനെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. ഓക്കെ ഓക്കെ അപ്പൊ പോട്ടെ ഡാർക്കേ, നമുക്ക് സിറ്റി വന്നിട്ട് ഡാർക്കേ നിന്നെ തല്ലി തന്നെ തുടങ്ങാം സിറ്റിയില്. ആ പോട്ടെടാ. ഓക്കെ അതെങ്ങനെ ഉണ്ടായിരുന്നടാ? തല്ലണ്ടടാ. സിറ്റി വന്നിട്ട് ഫ്രഷ് ആയിട്ടാടാ. എനിക്ക് ഇവന്മാരെ ഓസ്റ്റ് എടുത്താലാണ് ഇപ്പൊ തല്ലിട്ടാടാ. അത് വേണ്ട. ഇപ്പൊ പെണ്ണേഴ്സിന്റെ ഇത് തുടങ്ങിക്കില്ല, വേണ്ട. ഇനി ആ ഓർഡറബിൾ അങ്ങോട്ട് ഇട്ടാടാ. ആശേ നമ്മളെല്ലാരും അറിയാമല്ലോ. ബാക്കിയുള്ളവരും അല്ലെങ്കിൽ വന്നത് എന്റെ ഡ്യൂറബിലിറ്റി ഇല്ലാതെ നോക്കാട്ടാ. ഇല്ലേ റിക്സൊക്കെ തീർന്ന് അടിയണ പിള്ളേരെ മോട്ടറാക്കി പണ്ണടാ ഉമ്മാരെ. പോരെ അറിയണ എന്റെ എന്നെ നമ്മളെ പിള്ളേരെല്ലാം എല്ലാം ഡൗൺ ആടാ. നമ്മളെ പിള്ളേരെല്ലാം ഡൗൺ ആയാ അടേ ഉമ്മാരാന്ന് ഇന്ന് എല്ലാം ടിപ്പ് ആയിരുന്നു കേട്ടാ. എടാ എന്റെ ഈഗോ കയറ്റി വിട്ടാടാ. ഇതാണ് ട്രിക്സ് ഇതാണാ ട്രിക്സ്. പെണ്ണ് പെണ്ണുണ്ണി എവിടെയാടാ ഒന്നെടുത്തേ പറയാതിരിക്കാൻ വയ്യ ബ്രോ. ബ്രോയുടെ ഫ്രസ്ട്രേഷൻ അറ്റ് ഇറ്റ് സ്പീക്ക് ആണ്. അതാദ്യം മനസ്സിലാക്കാം. ഒരു മര്യാദയ്ക്ക് നീ ഫ്രസ്ട്രേഷൻ കാണിക്കണോടാ. ഒരു മര്യാദ കാണിക്കണം. ഒന്നുമില്ലല്ലേ നീ കാണിച്ച ക്രിമിനലിക്കാന്ന് നിനക്ക് കിട്ടിയെന്നുള്ളതെങ്കിൽ നീ മനസ്സിലാക്കണോടാ. അല്ലാണ്ട് പിന്നെയും വന്നിങ്ങനെ ഈ വെറുതെ കിടന്ന് കൊണക്കേണ്ട എന്ത് കാര്യമാണ് നിനക്കുള്ളത്? നിന്നെ എന്തോ ചെയ്തു അങ്ങോട്ട് എന്തെങ്കിലും വന്ന് അല്ലേ? എടാ വേറെ ഞാനിന്നിട്ട് എന്ത് പ്രശ്നമാടാ ഉള്ള കണ്ണാപ്പി?
വേറെ എന്ത് വേറെ ഞാൻ നീട്ട് എന്ത് പ്രശ്നമുള്ള നീ ഞാൻ എന്ത് പ്രശ്നമാണോ ഉള്ളത് ഒന്ന് മനസ്സിലാക്കി നീ ചില്ലർ എടാ ഒരു കാര്യം നീ മനസ്സിലാക്കണം കണ്ണാപ്പി നീ 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 ഒരു കടിയൻ തന്നെ എന്റെ അമ്മോ എടാ ഇത് എടാ ഇത്രയും പേര് ഉമ്മാര് ഇത്രയും പേരുണ്ടായിരുന്നാ മോനൊരു കാര്യം പറയാ പ്രായത്തിനനുസരിച്ച് കളിക്ക് അല്ലാതെ വലിയ കോണ നോക്കരുത് മനസ്സിലായോ എന്റെ അത്ര പ്രായം വേണം ഡാർക്കാണോ പ്രായത്തിനനുസരിച്ച് കുണയ്ക്കാൻ കഷ്ടം കഷ്ടം റോസല്ലേ മെയിൻ്റെ പിന്നെ കൈ വെക്കണേ കൈ ഒന്ന് നോക്കണം ആ ബ്രോ പൊക്കണം ഒന്ന് അടിക്കണേ എടുത്തോ ഒന്ന് അടിക്കണേ ബ്രോ ആ അടിക്കും അടിച്ചിട്ടുണ്ടോ ബ്രോ അടിച്ചു ഇല്ല ബ്രോ വന്നിട്ടില്ല ഇപ്പോഴും അടിച്ചു ബ്രോ ബ്രോ ഈ അടിക്ക് ബ്രോ അടിക്കുന്നുണ്ട് ബ്രോ കാര്യമായിട്ട് പറഞ്ഞ അടിക്കുന്നുണ്ട് ബ്രോ അടിക്കുന്നുണ്ട് ബ്രോ എന്തടിക്കാന്ന എന്നോട് പറയേണ്ട കാര്യമില്ല നീ ഒന്ന് ബ്രോ അടിക്ക് കാര്യമായിട്ട് പറഞ്ഞാണ് ചെയ്യുന്നുണ്ട് കണ്ണാപ്പി ബ്രോ ഇത് ബ്രോ ഇൻസിലാ ബ്രോ എന്താ ബ്രോ ബ്രോ ഇൻസിലാ തോന്നുന്നു എന്തിലാന്നാ എടാ നീ ബ്രോ എന്ന് പറയണ ഇൻസിലാന്ന് അല്ല എന്റെ പേര് കണ്ണാപ്പിന്നാ കണ്ണാപ്പി ആ ഫുൾ നെയിം എന്താ ജർമ്മൻ കണ്ണാപ്പി ഓ ഹലോ ഗ്യാങ് ഹൗസ് പോടാ ഒന്ന് പോടാ ഗ്യാങ് ഹൗസ് പോ ഗ്യാങ് ഹൗസ് പോ ഗ്യാങ് ഹൗസ് എന്താ കേട്ടില്ല എനിക്ക് ഭയങ്കര ഗ്യാങ് ഹൗസ് പോ ഗ്യാങ് ഹൗസ് ഉണ്ടോ അവിടെ ആ ഉണ്ട് സിറ്റിസൺ ഉണ്ടോ ഫയർ ചെയ്യാൻ മുണ്ടൊക്കെ ഒരു കളാ മുണ്ടൊന്നും ട്രിക്സ് വേണ്ട ഒന്നും വേണ്ട എന്തിനാ മുണ്ടൊക്കെ മുണ്ടക്കിട്ട് കാര്യമുണ്ടോ ഓക്കെ കണ്ണാപ്പി ഹലോ അല്ലേ മാനം പോയിക്കല്ലേ കണ്ണാപ്പി വെറുതെ പറഞ്ഞു ഒരു മിനിറ്റ് ഞാൻ കണ്ണാപ്പി സംസാരിച്ചിട്ടോ കണ്ണാപ്പി ഇങ്ങോട്ടോ പറ ആ പറ ബ്രോ എന്തോ പ്രശ്നം എന്തോ കണ്ണാപ്പി എന്താണ് നമ്മള് ട്രിക്സുമായിട്ട് ചെറിയൊരു പ്രശ്നമായി അത് പക്ഷെ അവൻ അത് കഴിഞ്ഞിട്ട് പേഴ്സണൽ കാര്യം ഡ്രാഗ് ചെയ്തിട്ടു അപ്പൊ എനിക്ക് പൊളിഞ്ഞു ബ്രോ പിന്നെ 2-3 തൊട്ട് ഇവന്റെ എന്താണ് ഇവനായിട്ട് എന്തെങ്കിലും കൊണയൊക്കെ ഞാൻ എന്ത് പറഞ്ഞാലും ലോറയുടെ പഴയ സിറ്റുവേഷൻ ലോറയുടെ കേസാണോ ഇത് മാത്രം എടുത്തിടുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര ഷോകല്ലേ ബ്രോ ഇപ്പൊ നാളെ ഇപ്പൊ TP ആയിട്ട് സിറ്റുവേഷൻ ആയാലും അല്ലെങ്കിൽ നാളെ ട്രിക്സുമായിട്ട് സിറ്റുവേഷൻ ആയാലും എടുത്ത് വെച്ച് എന്താണ് ലോറയുടെ ഇവനിത് 24 മണിക്കൂർ ഞാൻ പോലും പറഞ്ഞില്ല ബ്രോ ഞാൻ ഇന്ന് അവനായിട്ട് സിറ്റുവേഷൻ എടുത്താലും ഒരു അക്ഷരം പോലും അത് പറഞ്ഞിട്ടില്ല പിന്നെ അവനത് പറയുമ്പോഴത്തേക്ക് അത് നമുക്കത് ഹേർട്ട് ആവില്ലേ ബ്രോ ഇത് ശോകമല്ലേ അങ്ങോട്ടോ സോറി കണ്ണാപ്പി അത് ആ കേസ് എടുത്തിട്ട് ഞാനും കണ്ടില്ല അല്ല ആ കേസ് എടുത്തിട്ടാണ് ഞാനിപ്പോ അവനെ അടിച്ച റീസൺ തന്നെ കാരണം എന്താണ് നിനക്കിപ്പോ ലാസ്റ്റ് അവന്റെ അടുത്ത് അടുത്ത് വരെ നിങ്ങൾ അടിക്കാൻ പറഞ്ഞില്ല ലാസ്റ്റ് അവന്റെ അടുത്തൊരു ഡയലോഗ് എന്ന് പറഞ്ഞത് നിനക്കിപ്പോഴും പഴയ കാര്യം പറഞ്ഞ് ഫ്രസ്ട്രേഷൻ ഉണ്ടോ എന്തോ അങ്ങനെ എന്തോ പാസ്റ്റിൽ എന്തോ ട്രോമ ഇല്ലേ അങ്ങനെ എന്തോ ഒക്കെ പറ അതൊക്കെ എന്താണ് പറയേണ്ടത് അതൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പരിധിവരെ പിടിച്ചു നിന്ന് ബ്രോ അങ്ങോട്ടോടാ മനസ്സിലായി അതെന്തായാലും അവ ആ കേസ് എടുത്തിട്ട് ഞാൻ അറിഞ്ഞില്ല ബ്രോ അത് സോറി അത് പറഞ്ഞതിന് സോറി ബാക്കി അതുകൊണ്ടാണ് ബ്രോ ഞാൻ അതിനേശാണ് ട്രിഗർ ആയത് അതിനേശാണ് ബ്രോ ആരാണ് ബ്രോ അല്ലേ ഡാർക്ക്
ഓ ഞാൻ ഡാർക്ക് ആ ബ്രോ അടുത്ത് പോലും ഞാൻ അതുപോലെ ഇതായിട്ട് സംസാരിച്ചത്. ബ്രോ ഇത് വേറെ ഒന്നുമില്ല. സംഭവം ഇപ്പം എനിക്ക് മനസ്സിലായി സിറ്റുവേഷൻ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എന്തോ സംഭവമാണെന്ന്. ഇതേപോലെ വള്ളിയാണെന്ന് മാത്രം ഞാൻ അറിഞ്ഞോളൂ. എന്ത് കാര്യമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ സംസാരിക്കാം. എനിക്ക് മന്ദാരത്തിനൊക്കെ അറിയാം. ഞാൻ കണ്ണാപ്പിനെ എനിക്കറിയാം. കണ്ണാപ്പിനെ ഓർമ്മ ഉണ്ടോ? ആ എനിക്കറിയാം. പണ്ടത്തെ അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവിടെ സംസാരിക്കുന്നത്. ഇപ്പം അങ്ങനെയാണെങ്കിൽ മറ്റേ ഗ്യാങ് സിറ്റുവേഷൻ ആയിട്ട് അങ്ങനെ പോട്ട് വെറുതെ ഓക്കെ. അല്ലല്ല എനിക്ക് അതുവരെ ഓക്കെയാണ് ബ്രോ. പക്ഷെ അത് മാത്രം അതുവരെ ഒരു പ്രശ്നമില്ല, അത് ശരിയാണ്. പക്ഷെ അത് പറഞ്ഞത് മാത്രം എനിക്ക് അത്ര അങ്ങോട്ട് അങ്ങോട്ട് പിടിച്ചില്ല, ദഹിച്ചില്ല ബ്രോ. അതൊന്നും പറയണ്ടേ. എന്നുവെച്ചാ ഈ ഗ്യാങ് തമ്മിൽ സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ തന്നെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണയായിട്ട് സിറ്റുവേഷൻ ആണല്ലോ. അപ്പൊ ഈ പെണ്ണ് അതെടുത്തിരുന്നത് ശോകമല്ലോ. ഇതും കഴിഞ്ഞ വേറെ ഞാൻ അതൊക്കെ കഴിഞ്ഞപ്പോ വേറെ റിലേഷൻ വരെയായി. പിന്നെ ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ ബ്രോ. അങ്ങോട്ട് പോടാ. അല്ലാതെ എന്താണ് ബ്രോ? അല്ലാതെ പെണ്ണേഴ്സ് പറഞ്ഞു ബ്രോ. അത് നമ്മളെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക്. അതിന് സോറി ബ്രോ. പെണ്ണേഴ്സ് പറഞ്ഞതിന് അതുകൊണ്ട് മാത്രമേ ബ്രോ ആ ഒരൊറ്റ കേസ് കൊണ്ട് മാത്രമാണ് അടിച്ചത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല അടിച്ചത്. ആ ഒരു കാരണം എനിക്ക് അത് ബ്രോ, അത് ഇപ്പം ബ്രോയ്ക്കാണെങ്കിൽ പോലും ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ അത് പോയി ഇപ്പം വേറൊരു ഗ്യാങ്ങിൽ ഓപ്പോസിറ്റ് ഉള്ളവൻ വന്നിട്ട് ഇപ്പോഴും നിനക്ക് ആ പാസ്റ്റിലെ ട്രോമ ഉണ്ടല്ലോടാന്ന് വന്ന് ആക്കി പറയുമ്പോഴത്തേക്ക് ഇത്ര അതേ ഉള്ളൂ. എടാ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുള്ളതാ. ഞാൻ ഒരു കാര്യം അല്ലേ എനിക്ക് പേഴ്സണലായിട്ട് ചോദിക്കാൻ. ഞാൻ നിന്നെ എന്തോ ചെയ്തിട്ടുണ്ട് 24 മണിക്കൂർ എന്റെ പറയാം. ഇല്ല എനിക്കൊന്നും സംസാരിച്ചിട്ടുണ്ടോ? ഒരു മിനിറ്റ് ക്ലിയർ ആക്കാനെന്ന് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പൊ അവനെ അടിച്ചൊരു ബേസിൽ നമുക്ക് ഗ്യാങ് സിറ്റുവേഷൻ നമ്മൾ പിന്നെ അവിടെ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റാത്തോണ്ടാണ് ആ ഒരു സിറ്റുവേഷൻ ആയത്. മനസ്സിലായി. അപ്പൊ അവൻ ആ ഒരു വിഷയം പറഞ്ഞതിന് കണ്ണാപ്പി അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സോറി പറയണം. ബാക്കി അറിയത്തില്ല ബാക്കി കാര്യങ്ങളൊക്കെ. പെണ്ണ് കേസ് പറഞ്ഞതിനും കണ്ണാപ്പി സോറി. അത് ബ്രോ കുഴപ്പമില്ല.